പ്രേക്ഷകരെല്ലാവർക്കും നമസ്കാരം. ഞാൻ അനു ആനന്ദ്. ഇന്ന് നമ്മളെ മലയാളം യൂട്യൂബ് ഹിസ്റ്ററിയിൽ തന്നെ ഫസ്റ്റ് ടൈം ഒരു ഗെയിം ഷോ, അതും മണി വിന്നിംഗ് ഗെയിം ഷോ. സോ നമ്മുടെ മീഡിയ മേസൻസ് പ്രസൻസ് കളിക്കാം ജയിക്കാം. അങ്ങനെ നമ്മുടെ ഷോയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് മലയാളം ആങ്കറിങ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഷോയിലേക്ക് ഒരു സൂപ്പർ ഡൂപ്പർ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഷോനെ കുറിച്ച് കൂടുതൽ അറിയാൻ അവരെയും കൂടി നമുക്ക് ക്ഷണിക്കാം. ഇവര് രണ്ടുപേരും ഒരു ഭയങ്കര സിംഗേഴ്സ് ആണ്. ഒരാൾ എൻ്റെ ഗുരുവാണ്, ഒരാൾ എൻ്റെ ഗുരുവിനെ മാതിരിയൊത്ത ഒരാളാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയ സിംഗറാണ്. നമ്മളെ AR റഹ്മാൻ സർ സ്റ്റുഡിയോയിൽ ഇവരില്ലാത്ത റെക്കോർഡിംഗ് സെഷനേ ഇല്ല. അത്രയും മാത്രം ബിസിയായ രണ്ട് സിംഗേഴ്സ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീകാന്ത് ഹരിഹരൻ ആൻഡ് അപർണ ഹരികുമാർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, നമ്മൾ കൂടുതൽ സംസാരിക്കാൻ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ പ്ലേസിലോട്ട് പോകും, ഞാൻ എൻ്റെ പ്ലേസിലോട്ട് പോകും. ചേട്ടാ, എന്താ ഈ ഗെയിം ഷോനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താ? ഗെയിം ഷോ നല്ലതാണ്. അത്യാവശ്യം തമിഴില് കുറച്ച് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഒരു പിടുത്തമുണ്ട്. ചേച്ചി ക്യാമറയുടെ മുമ്പില് ഇല്ല. ബാക്ക് ക്യാമറ കളിക്കാൻ നമുക്ക് പറയണ്ട. ചേട്ടനും ചേച്ചി സിനിമ കുറെ കാണാറുണ്ടോ? കാണല്ലോ, ഇതല്ലേ ഫീൽഡ് ആണ്. അതാണ് അതിന്റെ ഒരു അപ്പൊ സിനിമയിൽ ഞാൻ എങ്ങനെ തിരിച്ചു വളച്ചും ചോദിച്ചാലൊക്കെ എന്റെ ഉത്തരം തിരിച്ചു വളഞ്ഞിരിക്കുക. എന്ത് എങ്ങനെ ചോദിച്ചാലും പറയാൻ മാത്രം സിനിമ കാണാറുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഞാൻ കണ്ടുകൊണ്ടിരുന്നു ഒരു കാലത്ത്, ഇപ്പൊ കാണാറില്ല. നിങ്ങൾക്ക് കുറെ സാധനം അറിയാം. ഇവളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ധൈര്യമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ പറയല്ലേ, എനിക്ക് പേടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടൻ നടി? ശോഭന. ശോഭന ഇസ് എ ഫേവറേറ്റ്. മോഹൻലാൽ. മോഹൻലാൽ, ശോഭന, ഓഫ് കോഴ്സ്. ലാലേട്ടൻ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഓൾവേസ്. നീ എങ്ങനെയാ, സിനിമയൊക്കെ കാണുമോ? എപ്പോ ഫുൾ ടൈം മലയാളം ഫിലിമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പടം വരെ ഞാൻ കണ്ടു. അതേതാണ്? മഞ്ഞുമൽ ബോയ്സ്. അതിനു മുമ്പ് അതിന്റെ മുന്നേ എന്താണ് ആ പടത്തിന്റെ പേര്? പ്രേമലു. കണ്ടോ? നമ്മളെക്കാളും കൊള്ളാം. ഞാൻ തിയേറ്ററിലായിരിക്കും 24 എപ്പോ ഏത് PVR നോക്കിയാലും എന്നെ കാണാൻ പറ്റും. അപ്പോ ചേട്ടാ, ഗെയിമിന്റെ റൂൾസ് ഒക്കെ വല്ലത് പിടിപാടുണ്ടോ? അറിയാമെങ്കിലും പറഞ്ഞോളൂ, മലയാളത്തിൽ കേൾക്കാൻ ഒരു സുഖമുണ്ട്. എന്നാ മൊത്തത്തിൽ 3 റൗണ്ട് ഉണ്ട്. ഫസ്റ്റ് റൗണ്ട് വന്നിട്ട് 10 സെക്കൻഡിനുള്ളിൽ, അതായത് ഞാൻ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും, അതിന് നിങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയും. സോ അങ്ങനെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് കാർഡ് തരും. സോ അതിൽ നിങ്ങൾ സ്ക്രാച്ച് ചെയ്തിട്ട് എത്ര എമൗണ്ട് വെച്ചാൽ വിൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് റൗണ്ട്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് വന്നിട്ട് ഓർമ്മയുണ്ടോ ഈ ഡയലോഗ്? സെക്കൻഡ് റൗണ്ട്. സോ ഒന്നുമല്ല, ഇതുമാതിരി ഞാൻ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് വായിക്കണം, ഓപ്പോസിറ്റിലുള്ള ആൾ കണ്ടുപിടിക്കണം. സോ അതേമാതിരി മൊത്തം 3 റൗണ്ട് ഉണ്ടാവും. തേർഡ് റൗണ്ട് വന്നിട്ട് ദംഷനത്ത് കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ അഭിനയിക്കുക, ചേച്ചി കണ്ടുപിടിക്കുക, ചേച്ചി അഭിനയിക്കുക, ചേട്ടൻ കണ്ടുപിടിക്കുക. സിമ്പിൾ. ഓൾ ദി ബെസ്റ്റ്. എന്റെ അഭിനയം കണ്ട് എല്ലാവരും ഞെട്ടാൻ പോണേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ ഗെയിമിന്റെ ബേസിക് റൂള്. ഇത് കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അപ്പൊ പോവല്ലേ ഫസ്റ്റ് റൗണ്ട്? റെഡി. അപ്പൊ നമ്മുടെ കളിക്കാൻ ജയിക്കാനുള്ള ഫസ്റ്റ് റൗണ്ട് 10 സെക്കൻഡിനുള്ളിൽ. ഫസ്റ്റ് റൗണ്ടിലെ ക്യാഷ് 1, 10, 100, 1000, 10000. ഓക്കെ, നിങ്ങളെ മുന്നിലുണ്ട് സ്ക്രാച്ച് കാർഡ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ബാലൻസ് എന്റെ കയ്യിലോട്ട് തരാം. സെലക്ട് ചെയ്തു. ലക്കി കാർഡ് ഇതിലുള്ള എമൗണ്ട് ആണ്. ഉണ്ടോക്കോ? താങ്ക് യു. അപ്പൊ തിരിച്ചു വെച്ചോളൂ. തിരിച്ചു വെച്ചിട്ടുണ്ട്. 10 സെക്കൻഡേ ഉള്ളൂ സമയം. അതിനുള്ളിൽ ഉത്തരം പറയണം. സിമ്പിൾ. ചേട്ടനെ കൊണ്ട് ചേച്ചിനെ കൊണ്ട് പറ്റും. യെസ് യു ക്യാൻ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. നമ്മളെ സലീം കുമാർ ചേട്ടൻ അഭിനയിച്ച 4 പടം. CID മൂസ, ആദാമിന്റെ മകൻ അബു, കല്യാണരാമൻ, തിളക്കം. ആയാ 10 സെക്കൻഡിനുള്ളിൽ പറഞ്ഞോ? തിളക്കം 4 പറഞ്ഞു. എന്നാ അതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ഷോയിലത്തെ ആദ്യത്തെ വിന്നാണിത്. 1000 രൂപ വെച്ച് തുടങ്ങിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ലക്കി കാർഡ് എന്റെ കയ്യിൽ മുന്നിലുണ്ട്. ഇതിലൊന്നും ഒന്ന് ചൂസ് ചെയ്യും. ഞാൻ ചൂസ് ചെയ്ത ഞാൻ ഭയങ്കര ലക്കി ആയിട്ടുള്ള ആളാണ്. എന്താ ചെയ്യുന്നത്? 10 സെക്കൻഡിനുള്ളിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബേസിൽ ജോസഫ് ചേട്ടൻ അഭിനയിച്ച 4 പടം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അയ്യോ, എനിക്ക് എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിഞ്ഞൂടാ. പാൽത്തു ജാൻവർ, പാൽത്തു ചുമ്മാ
ഹലോ 10 സെക്കൻഡ് എന്താ 10 സെക്കൻഡ് അത്രേ ഉള്ളടാ. ഓ ആണോ 10 സെക്കൻഡ് അത്രയൊക്കെ ഉള്ളു ചേട്ടാ. ആണല്ലേ സോറി ഞാനൊരു 10 സെക്കൻഡ് എണ്ണി നോക്കി. എന്നാലും മറ്റേ ഒരു പടമുണ്ട് എന്താ ഭാര്യ ഭർത്താവ്. എന്നാലും നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ജയ 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 അജയ് ജയ് ജാനേമൻ, ജാനേമൻ. പിന്നെ ഒന്നുകൂടെ ചോദിക്കും ഇതൊക്കെ എനിക്കറിയാം. Homely Meals, that is first movie. അവിടെ നിന്ന് പറഞ്ഞില്ല സത്യം പറ. എന്റെ ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞതാ. 1 രൂപ. എന്നാലും 1 രൂപ പോയിട്ടുള്ളൂ. എന്നാലും ആ 1 രൂപ കമ്പനിക്കാണ്. അങ്ങനെ വല്ലതൊക്കെ കിട്ടിയാലും എനിക്കൊന്നും കിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ 10 സെക്കൻഡിനുള്ളിൽ ലാസ്റ്റ് റൗണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ സെലക്ട് ചെയ്യും ലക്കി കാർഡ്. ഇങ്കി പിങ്കി വാങ്ങിയാണോ? അല്ലേ, കളിക്കലാം ജയിക്കലാം. ലാസ്റ്റ് ചോദ്യം ഓഫ് 10 സെക്കൻഡിനുള്ളിൽ പ്രിയദർശൻ സർ ഡയറക്ട് ചെയ്ത 4 മലയാള പടം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മിന്നാരം, ഒപ്പം, കിലുക്കം, കിലുക്കം, ചന്ദ്രലേഖ. ചന്ദ്രലേഖ. ഇത് 5 ആക്കി മാറ്റണം. ഈ 4 പോരാ, ഇത് 5 ആക്കി മാറ്റണം. 4 എത്ര എളുപ്പത്തിൽ അവര് പറയുന്നത്. 5 ആണെങ്കിലും പ്രിയദർശൻ ആണെങ്കിൽ പറഞ്ഞായിരുന്നു. അങ്ങനെ 10,000. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നോ ചേട്ടാ? വേറെ വല്ല ചോദ്യം, നല്ല ചോദ്യം ചോദിക്കാമായിരുന്നില്ലേ? പക്ഷെ ഇത് ഞാൻ എടുത്തോണ്ട് പോകണ്ടല്ലോ. സോറി. താങ്ക് യു. അപർണ ചേച്ചി പൊളിക്കാണല്ലോ. In my element. അപ്പൊ നമ്മുടെ കളിക്കാം ജയിക്കാമില് 10 സെക്കൻഡുള്ള റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടില് 14,000 രൂപ ജയിച്ചിരിക്കുന്നു അപർണ ചേച്ചി, ശ്രീകു ചേട്ടൻ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാണ്. റൗണ്ടിന്റെ പേര് ഓർമ്മയുണ്ടോ ഈ മുഖം? മുഖമല്ല, ഡയലോഗ്. ഓർമ്മയുണ്ടോ ഈ ഡയലോഗ്? എനിക്ക് ഓർമ്മയില്ല. ന്യൂ ടു ദ ജോബാണ്. ഓക്കെ, ഈ റൗണ്ട് തുടങ്ങുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ഓർമ്മയില്ല നല്ല 5 മലയാള ഡയലോഗ് ഓർമ്മയുണ്ടോ ഈ മുഖം? അത് അങ്ങനെയല്ല, അത് അതേമാതിരി. ഒന്ന് ഇപ്പൊ സുരേഷ് ഗോപി സാറുടെ ആണെങ്കിൽ അതേമാതിരി, ലാലേട്ടൻ ആണെങ്കിൽ അതുമാതിരി. അങ്ങനെ താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണം താൻ ആരെന്ന്. അപ്പൊ ഞാൻ തനിക്ക് പറഞ്ഞുതരാം താൻ ആരാണെന്ന്. പിന്നെ ഞാൻ ആരാണെന്ന് എനിക്കറിയാത്തപ്പോ ഞാൻ തന്നോട് ചോദിച്ചുതരാം. അപ്പൊ താൻ എനിക്ക് പറഞ്ഞുതരണം ഞാൻ ആരാണെന്ന്, താൻ ആരാണ്. ചേട്ടാ, അല്ല അതെന്നെ എനിക്കറിയാമായിരുന്നു. എന്റെ ഡയലോഗ് അവളത് കട്ടെടുത്തു. ഗംഗേ കഴിഞ്ഞ ഡയലോഗ്, ഫേമസ് ഡയലോഗ് ഇത്. ഇത് ചെയ്തവനെ ഞാൻ പഴനി ആണ്ടവനാണേ സത്യം, ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്ര താഴിട്ട് ഞാൻ പൂട്ടും. ഇത്ര ഭയങ്കര എമോഷണൽ ആയിപ്പോയി. സോ സോറി ബട്ട് താങ്ക് യു സോ മച്ച്. നൈസ്, ഗുഡ് ജോബ്. ദിസ് ഈസ് ശ്രീകാന്ത് ലാൽ, നോട്ട് മോഹൻലാൽ. ഓക്കെ, അടുത്ത റൗണ്ട്. ഓർമ്മയുണ്ട് ഡയലോഗില് ഒരു സിനിമയിൽ 3 ഡയലോഗ് ഉണ്ടാവും. സോ ഫസ്റ്റ് ഡയലോഗിന് 30 സെക്കൻഡ്, സെക്കൻഡ് ഡയലോഗിന് 20, ലാസ്റ്റ് ഡയലോഗിന് 10 സെക്കൻഡ്. 1 മിനിറ്റിന്റെ ഉള്ളിൽ അത് ഏതാ പടം എന്ന് നിങ്ങൾ പറയാം. ഒരു ഡയലോഗിലെ കണ്ടുപിടിച്ചാൽ നല്ലത്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ അടുത്തത്, അങ്ങനെ അല്ലെങ്കിൽ അടുത്ത്. 1 മിനിറ്റിന്റെ ഉള്ളിൽ അത് ഏതാ പടം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. ഓർമ്മയുണ്ട് ഡയലോഗിൽ ജയിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് 2, 20, 200, 2000, 20,000 വരെ ജയിക്കാം. 20,000 വരെയുള്ള അമൗണ്ട് ഈ ലക്കി കാർഡിലുണ്ട്. ആദ്യം നമുക്ക് ചൂസ് ചെയ്യാം, എന്നിട്ട് ആരാ വരുന്നത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപർണ ചേച്ചിയുടെ കയ്യിൽ ഒരു ലക്ക് ഉണ്ട് തോന്നുന്നു അല്ലേ? അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് പുഷ്കു ചേച്ചി ഇങ്ങോട്ട് വാ. അയ്യോ ശ്രീകു ചേട്ടൻ കണ്ടുപിടിക്കും. All the best. I'm so sorry in advance. ഇല്ല നിനക്ക് പറ്റും പോലെ. അപ്പോ ഓർമ്മയുണ്ടോ ഡയലോഗിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാ. അതൊന്നും പറയാൻ പാടില്ല, ജസ്റ്റ് ഡയലോഗ് നോർമൽ ആയിട്ട് പ്ലെയിൻ ആയിട്ട് വായിക്കാം, വിത്തൗട്ട് എക്സ്പ്രഷൻ. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. എനിക്കുമില്ല. അടുത്തത് സമയമുണ്ട് ഇപ്പൊ. ക്ലൂ ഉണ്ടോ? ഞാൻ തരാം ക്ലൂ. ആക്ടർ ആരാ? അയ്യോ ഇല്ലേ, ഞാൻ തന്നെ പറയാം. അതെനിക്കറിയാം, മനസ്സിലായി. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. പറ ചേട്ടാ, പറ. ചേട്ടനെ കൊണ്ട് പറ്റും. ചേച്ചി രാവണപ്രഭു അല്ല ചേട്ടാ. 30 സെക്കൻഡ്സ്. ശരി പെട്ടെന്ന്. അല്ല എന്തുവാ ഇതെന്താ ഇടയ്ക്ക് ഇങ്ങനെ കാക്കണം? ഓക്കെ, അടുത്ത 20 സെക്കൻഡ്സ്. ഓൾമോസ്റ്റ് ക്ലോസ്. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റിക്കളയും എന്നൊന്നും ആവില്ല, കൊന്നുകളയും. ചേച്ചി, ഞാൻ ചേച്ചിനെ കൊല്ലും. ചേച്ചി എക്സ്പ്രഷൻ കൊടുത്തു. നമ്പുരാൻ അല്ല, അതിന് മുമ്പ് പറഞ്ഞു എനിക്കറിയാം, മറ്റേ കുത്തിക്കൊല്ലുന്ന പടം. ഇത് ഫുള്ള് ഫേക്ക് ആണോ? ഒരു വാല്യൂ ഇല്ല.
എനിക്ക് എന്നാലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവന് കിട്ടില്ല. നീ വിഷമിക്കാതെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നീ പറ. ഒരു മിനിറ്റ് ടൈം ഔട്ട്. ലാസ്റ്റ് 10 seconds. സോറി, വെരി സോറി. എന്താടാ വാര്യരെ ഞാൻ നന്നാവാത്ത? എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്ത? I know. Yeah, you know. He is that other character, that actor also. ചേട്ടാ എന്താണ് ദേവാസുരം. ശ്രീകു ചേട്ടാ? എന്താണ് ശ്രീകു ചേട്ടാ ഇത് എവിടെ പാടുന്ന പടം. എന്നാലും അത് എത്ര എമൗണ്ട് ആണെന്ന് കാണാൻ ഒരു ശ്രീകാന്തിന്റെ ആകാംക്ഷ. അമ്മ ഈ സിനിമയിൽ ഒരു അടിപൊളി പാട്ട് പാടിയിട്ടുണ്ട്. മോശമായി പോയിട്ടാ. അതാ ഞാനും പറയുന്നത് എന്നോട് മോശമായി പോയി. എന്നാലും ചേട്ടൻ കൈ കൊണ്ട് ഇത് ചെയ്യ്. ഈ ഷോയില് വന്നിട്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ എമൗണ്ടാ. താങ്ക് യു ശ്രീകു ചേട്ടാ, താങ്ക് യു. വെരി സോറി. പ്രഭുവിന്റെ ഫസ്റ്റ് പാർട്ടാണ് ദേവാസുരം. പാടിയ പടത്തിലെ ഡയലോഗ് മോശമായി പോയി. എന്നാലും ആ പാട്ടിനെ കുറിച്ച് ഒന്ന് പറയും. ഏതാണ് ആ പാട്ട്? മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയാ ചേലിക്കാവുകളിൽ ചേട്ടാ തങ്കത്തേരുറങ്ങും അമ്മ പാടി പാടാം. മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു ബ്യൂട്ടിഫുൾ സോങ് പാടിയതാണ് അമ്മ. എന്നിട്ട് അതിലത്തെ ഡയലോഗ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ ഓർമ്മയുണ്ടോ ഈ ഡയലോഗ്? അപ്പൊ ഓർമ്മയുണ്ടോ ഈ ഡയലോഗിലെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന്റെ മുന്നേ നീ Lucky card. മറ്റേ കാർഡ് വെച്ചിട്ട് വാ. ലക്കി കാർഡ്. നീ എടുത്തോ. അല്ല നീ എടുത്ത് നീ വീണ്ടും എന്നെ പറയും. ഇൻകിടൈ ഫാദർ ഇൻകി പിങ്കി പോങ്കി. അതെന്നെ കീ എക്സ്ട്രാ കീ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്. ഓർമ്മയുണ്ടോ ഈ ഡയലോഗിലെ രണ്ടാമത്തെ ചോദ്യം? ശ്രീകു ചേട്ടാ ഇങ്ങോട്ട് ബാ, നമുക്ക് അബുഷ്കു ചേച്ചി കണ്ടുപിടിക്കണ്ടെന്നോ? ഇനിയിപ്പോ ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ നാണക്കേടാവും എന്റെ കുടുംബത്തിന് തന്നെ. റെഡി 3 2 1 സ്റ്റാർട്ട്. എടാ തേങ്ങ ഉടയ്ക്കുന്ന പോലെയാണോ എലീനെ കൊല്ലണത്? എടാ തേങ്ങ ഉടയ്ക്കുന്ന പോലെയാണോ എലീനെ കൊല്ലണത്? ടൈം പോയോണ്ടിരിക്കാണ് ചേച്ചി, പറയൂ. ഉടയ്ക്കുന്ന പോലെയാണ്. ചേച്ചി അടുത്ത ഡയലോഗ് ഇപ്പോഴേ തേങ്ങ പറയാമോ? ഉടയ്ക്കുന്ന പോലെയാണോ എലീനെ കൊല്ലുന്നത്? ആലോചിക്കൂ. ഇങ്ങനെ മെല്ലെ ആലോചിച്ച കിട്ടണില്ല. 30 സെക്കൻഡ് ഉള്ളു കുട്ടി. എടാ പറയടോ. സന്ദേശം. ഏ? തേങ്ങ എലിയിൽ ആ സ്വീറ്റ് പറക്കം തളിക. ഈ പറക്കം തളിക ആണോ? അല്ല, time out ആയി. ഓക്കെ. അടുത്തത് ഓക്കെ. എബി നൊന്തൂട്ടോ റിമോട്ട് ഒക്കെ വെച്ചാണോ ആൾക്കാരെ അറിയണേ? എബി എബി നൊന്തൂട്ടോ റിമോട്ട് ഒക്കെ വെച്ചാ ആൾക്കാരെ അറിയണേ? ചേച്ചി എനിക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയില്ല. ഈ ഡയലോഗ്? എബി നൊന്തു. എന്നാ ഒന്നുകൂടെ പറയാം. അതും അല്ലല്ല, അത് പറയാനായിട്ടില്ല. റിമോട്ടൊക്കെ വെച്ചാണോ ആളെ അറിയുന്നത്? അടുത്ത ഡയലോഗിന് 10 സെക്കൻഡേ ഉള്ളൂ. ഇപ്പൊ 20 സെക്കൻഡിലാണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത്. വേഗം വേഗം. ദേ ആ വീട് കണ്ടോ? അതാണ് അനാമികയുടെ വീട്. ഓ രോമാഞ്ചം. Correct. പുതിയ സിനിമ എനിക്ക് അറിയാൻ പാടില്ലെന്ന്. അങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അമ്മേ നാണം കെട്ടാനെ ഞാൻ. 200. കൺഗ്രാറ്റുലേഷൻസ്. 200 rupees. Congratulations. Not bad. ഇനി ഒരേ ഒരു ചോദ്യം, ഈ റൗണ്ടിലെ ലാസ്റ്റ് ചോദ്യം ഉണ്ട്. അഭിഷ്കു ചേച്ചി അയ്യോ പറയുന്നത് ഇത് കമ്പനി. ഒരു മിനിറ്റ് പറയണ്ട, ഒരു മിനിറ്റ്. ഇത് company വെച്ചുള്ള ചതി. ചൂസ് ചെയ്യുക. എല്ലാ വട്ടം വേണ്ടായിരുന്നല്ലേ? ഓ നീ അതാണ് സെലക്ട് ചെയ്തത്. അതാണ് എന്തെങ്കിലും അഭിഷ്കു ചേച്ചി പായ. ഒരു ആക്ഷനും ആദ്യം ഒരു ഇല്ല minute. ഞാൻ ചെയ്യില്ല. ഒരു ആക്ഷനും പാടില്ല, ഒരു എമോഷനും പാടില്ല, ബ്ലണ്ട് ആയിട്ട് വായിച്ചു. അതിനൊരു കാര്യം മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്നാലും മനസ്സിലായില്ല. എന്നാലും ചേച്ചി ഇങ്ങനെ അതൊക്കെ കാണിക്കാണ്ട്. ശ്രീ പറയൂ. ഐ എം ആൻ ഇമോഷണൽ ബീയിങ്. ഞാനൊരു വികാരജീവിയാണ്, വികാരജീവി. 3 2 1 സ്റ്റാർട്ട്. യെസ്, IAS ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിനക്ക്? അതൊന്നും അറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്തെന്ന് അറിയണം. സുരേഷ് ഗോപി പടം അല്ല. ഓ സോറി. ഇന്ത്യ എന്താന്ന് അറിയണം? മോഹൻലാൽ അല്ലല്ല മമ്മൂട്ടി മൂവി അല്ലേ? അതും അല്ലേ? ഞാൻ ഒന്നും പറയരുത്. പറയൂ ചേട്ടാ, ആലോചിച്ച് പറ. സമയമുണ്ട്. ഡൽഹി സംതിങ് അതല്ലേ? അല്ല. ഡൽഹിയാ? എന്നെ നോക്കരുത്. ഐ കനോട്ട് ഗിവ് യു എനിത്തിങ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത അല്ല ക്വസ്റ്റ്യൻ. യു ട്രൈ. ആസ് യു സെഡ് ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. ഡോണ്ട് യു എവർ ഫർഗെറ്റ് ഇറ്റ്. ആൻ എക്സ്ട്രാ ബോൺ അതുണ്ട്. അയ്യോ മറ്റേ സുരേഷ് ഗോപി. ആദ്യം ചേട്ടൻ ഒരു നടനെ തീരുമാനിക്കും. സോറി, എനിക്ക് എല്ലാം പോലീസാണ്. കുറെ പോലീസ് റോൾസ് ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. സമയം പോയോണ്ടിരിക്കുന്നുണ്ട്. സമയം FIR അല്ല. ടിക് 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 ടിക്.
20 സെക്കൻഡ്സേ ഉള്ളൂ. നല്ല ആലോചിച്ച് പറയൂ. അല്ലാന്നും പറയാൻ പാടില്ല, ഉണ്ടെന്നും പറയാം. CBI സേതുരാമയ്യ. CBI സേതുരാമയ്യ. നീ അല്ലെന്ന് പറ. ലാസ്റ്റ് ഡയലോഗ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സോൾ ആത്മാവ് IAS അക്കാഡമി വർഷം അടച്ചു വെച്ച് പിരിച്ചിടാവുന്ന നിന്നെ പോലത്തെ സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാവുന്ന സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. എനിക്ക് അറിയാം, പക്ഷെ പേര് അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, നല്ലപോലെ ആലോചിച്ചിട്ട് ആര് പറഞ്ഞിട്ടുണ്ടാവുന്നെങ്കിലും ഒന്ന് സുരേഷ് ഗോപി. നോ, അല്ല, മമ്മൂട്ടി. കറക്റ്റ്. യെസ്, മമ്മൂട്ടി. കിങ്. ഹൈ, എന്താണ് 2 രൂപ. ഭാഗ്യം. 2 റുപ്പീസ് കമ്പനിക്ക്. ഞങ്ങൾക്ക് വേണ്ടി ആ ഡയലോഗ് സെൻസ് വേണം. എടാ, എനിക്ക് അത് ആക്ച്വലി ആ ഡയലോഗ് വലുതായിട്ട് അറിയത്തില്ല. റെഡി, ആക്ഷൻ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ചേച്ചി, ചേട്ടനെ നോക്കി പറ. ഇവന് സെൻസ് ഒക്കെ ഉണ്ട്. അയ്യോ, അത് എനിക്കറിയാം. ഞാൻ അതല്ല, ഡയലോഗിന്റെ ഫീല് കിട്ടാൻ വേണ്ടി പറഞ്ഞതാ. ഓക്കെ, ഇപ്പൊ കിട്ടും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് IAS അക്കാഡമി വർഷം അടവെച്ച് വിരിയിച്ചു വിടുന്ന നിന്നെ പോലത്തെ സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. റൈറ്റ്, ഓക്കെ. മൊത്തത്തിൽ എനിക്കൊന്നുമില്ല. കളിക്കാം ജയിക്കാമിലെ രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ച അമൗണ്ട് 11,200 ഓക്കെ. ഈ കളിക്കാം ജയിക്കാമിലെ ലാസ്റ്റ് റൗണ്ടിലോട്ട് എത്തിയിരിക്കുന്നു. നിങ്ങളാണ് താരം. So, ഇതിന്റെ ബേസിക് റൂൾസ് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ചേച്ചി ബേസിക് റൂൾസ് പറഞ്ഞുതരാം. ചേച്ചി അഭിനയിക്കുന്നു, ചേട്ടൻ കണ്ടുപിടിക്കുന്നു. ചേട്ടൻ അഭിനയിക്കുന്നു, ചേച്ചി കണ്ടുപിടിക്കുന്നു. ഈസി, സിമ്പിൾ. മലയാളം പടങ്ങൾ മാത്രമാണ്. പക്ഷെ ഇതിലൊരു ടൈം ഉണ്ട്. വെറും 1 മിനിറ്റിനുള്ളിൽ കണ്ടുപിടിക്കണം. സിമ്പിൾ. ഓക്കെ, അപ്പൊ റൗണ്ടിലോട്ട് പോവാം. കളിക്കാം ജയിക്കാമില് നിങ്ങളാണ് താരമില് പോകുന്നതിന്റെ മുന്നേ നിങ്ങളെ ലക്കി കാർഡ് നിങ്ങൾ ചൂസ്. ഞാൻ ഒരു വട്ടം ചൂസ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് അറിയില്ല, എന്റെ കയ്യിൽ നല്ല ലക്കുണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് റൗണ്ടിൽ അപിഷ്കു ചേച്ചി വന്നത് കാരണം ഈ റൗണ്ടിൽ നമ്മൾ ശ്രീകു ചേട്ടൻ വെച്ച് തുടങ്ങുന്നു. വെൽക്കം. പറ്റും. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിനക്കറിയോ പടം? ഓക്കെ, എത്ര വേർഡ്സ്? 2 വേർഡ്സ്, രണ്ടും മലയാളം. ആരുടെയെങ്കിലും പേരുണ്ടോ? ഇല്ല. സെക്കൻഡ് വേർഡ് ഇസ് നെയിം, പെണ്ണിന്റെ പേര്. ഓക്കെ, ബുദ്ധി, ഓർമ്മ. സമയം പോകുന്നേ, നോക്കണേ. ഓർമ്മക്കുറിപ്പ്. സമയം പോയോണ്ടിരിക്കുന്നു. ബുദ്ധി ഇല്ലെന്നാ പറയണല്ലേ? സ്വപ്നം. സ്വപ്നലേഖ. ചേച്ചി ട്രൈ ചെയ്യൂ. യു ക്യാൻ. സെക്കൻഡ് വേർഡ് ഒരു പെണ്ണിന്റെ പേര്. ഓക്കെ, എന്നെ അടിയുന്നാ തോന്നുന്നത്. ഇനി ഒരു 20 സെക്കൻഡ് ടൈം പോയോണ്ടിരിക്കുകയാണ്. വേഗം പറ. ചേച്ചി സമയം പോകുന്ന 20 സെക്കൻഡ് ഉള്ളൂ. ഫ്രണ്ടോട് അമ്മ. ഏത് ഫ്രണ്ടോട് അമ്മ? 15 സെക്കൻഡ് പോയി. ചേച്ചി വേഗം പറ. കയ്യാ. ചേച്ചി 10 സെക്കൻഡ് ഉള്ളൂ. അമ്മയുടെ പേര് തുളസി. ഞാൻ പറഞ്ഞില്ലേ, ചിന്താവിഷ്ടിയായ ശ്യാമ. അയ്യോ, സോറി. പാവ ശ്രീകു ചേട്ടൻ, പാവം. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. ഓക്കെ, നമ്മളത് കേശവന് കൈ ഒടിഞ്ഞപ്പോ ലോകം മൊത്തം മനസ്സിലാക്കാണ്. ശ്യാമള വന്നില്ല. ആ, എന്റെ ടീച്ചറാണ്. ശ്യാമള മാമിന്റെ ടീച്ചറാണ്. ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തതിന് അഭിഷ്കു ചേച്ചി കുറച്ചും കൂടി അടുത്ത് പോയതിനെ അടിച്ചേനെ. 30,000 രൂപ കമ്പനിക്ക്. താങ്ക് യു സോ മച്ച്. എന്നാലും അഭിഷ്കു ആരാ സെലക്ട് ചെയ്തത്? ഞാൻ. അല്ല, ഐശ്വര്യല്ല കൈ. എന്റെ കൈ തൊട്ടാലും ഇനി ഓർക്കണം, ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനത്തെ കാർഡൊന്നും എടുക്കരുത്. ഓക്കെ, ഞാനിപ്പോ പറയേണ്ടതായിരുന്നു. സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. ലക്കി കാർഡ് ചൂസ്. നീ എടുത്തു. ഇപ്പൊ നീ എടുക്കുന്ന നല്ലത്. താങ്ക്സ്. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. 3 വേർഡ്സ്. അല്ല, ഇംഗ്ലീഷ്. 2 വാക്ക്. 2 സെക്കൻഡ് വാക്ക്. വെറും 1 മിനിറ്റ് കൊണ്ട് നോട്ട് മാരീഡ്, ഡിവോഴ്സ്ഡ്. സമയം പോയോണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ്. ഞാൻ ആരാ? ചേട്ടൻ വരൻ. അറിയില്ല. ബ്രൈഡ്. താലി. ഇംഗ്ലീഷ്. വെഡിങ്. കല്യാണം. നോ വെഡിങ്. സമയം പോയോണ്ടിരിക്കുകയാണ്. വെഡിങ് ഇസ് ഓവർ. ഇനി നമ്മളെ കയ്യിൽ വരും Wedding, 30 സെക്കൻഡ് engagement. മാത്രമേ ഉള്ളൂ. വെഡിങ് 1 വേർഡ്. ചേട്ടാ,
നോ ഗുരുജി. താലി ക്രിസ്ത്യൻ വെഡിങ്. മനസ്സിലാവുന്നില്ലേ? കല്യാണം കഴിക്കാൻ. എന്റെ കല്യാണം മൈ വെഡിങ്. അയ്യപ്പോ കല്യാണം കഴിക്കാൻ താലി ഇല്ല. സംസാരിക്കാൻ പാടില്ല കുട്ടി. ഞാൻ ആരാ? ഞാൻ ആരാ? അനു. ഡിവോഴ്സ്. ഞാൻ ചത്തു. നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്നെ എന്ത് പറയൂടാ? ബാച്ചിലർ. മിണ്ടാൻ പാടില്ല. ഈ കുട്ടി ഫുള്ള് മിണ്ടാണ്ടിരിക്കുകയാണ്. ക്രോണിക് ബാച്ചിലർ. ഒരു പ്ലാസ്റ്റർ വേണം അപ്പുഷ്കു ചേച്ചിയുടെ വായില് മാത്രം ഒട്ടിക്കാനായിട്ട്. ഭയങ്കര ഇമോഷണൽ അല്ലേ എന്റെ അമ്മേ? ഈ ചോദ്യം സോറി, ക്രോണിക് ബാച്ചിലർ അല്ലേ? ആണോ? ഞാൻ നിങ്ങളെ എന്റെ സീനിയർ ആണ്, എന്റെ ഗുരുജിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി വിളിച്ചത് കുട്ടി ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. ഫുള്ള് ഉഴപ്പി. ആരാ? ഇതൊരു ചീറ്റിംഗാ. അതെ, I accept. പോയി അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കട്ടെ, നമുക്ക് നോക്കാം. ഫുൾ ചീറ്റിംഗ്. 3 രൂപ. God is kind. ഭാഗ്യം ഇനി ഞാൻ പോയി അഭിനയിക്കണോ തിരിച്ചു? എനിക്ക് നിങ്ങളെ ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ഒരു 3 രൂപയോടൊക്കെ തന്നെ പോയി. നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നീ ഡിവോഴ്സ്ഡ് ആണോ? അല്ല, എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ലക്കി കാർഡ് ചൂസ് ചെയ്യാം. നീ ചൂസ് ചെയ്യും. എനിക്ക് ചേട്ടാ എന്റെ വക ഇരിക്കട്ടെ. അപ്പൊ ഷീക്കു ചേട്ടാ അങ്ങോട്ട് പറയും. ഈ കുട്ടി നല്ല പോലെ കറക്റ്റ് അതേമാതിരി അഭിനയിക്കും. ചേച്ചിയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. I gracefully accept. Your time starts now. 2 words. മലയാളം വേർഡ്സ് ആണോ? വെറും 1 മിനിറ്റ് കൊണ്ട് ഉത്തരം പറയണം ചേച്ചി. ഫസ്റ്റ് വൺ മലയാളം, സെക്കൻഡ് വൺ ഇംഗ്ലീഷ്. പൂ. വെറും 1 മിനിറ്റ് കൊണ്ട് പറയണം. സമയമായോണ്ട് മല, സൺ, സൂര്യൻ. നേരം വൈകി, രാത്രി. ടൈം ആയിന്ന് വേഗം പറ. നൈറ്റ്, കുമ്പളങ്ങി നൈറ്റ്സ്. വേറെ എന്തെങ്കിലും പറയും. ഞാൻ നിങ്ങള് കളിച്ചത് കണ്ട് പാവം തോന്നിട്ട് ഒരു എളുപ്പം പടം പറഞ്ഞതാണ്. എന്നാലും ഈസി ആയിട്ട് കണ്ടുപിടിച്ചോണ്ട് നമുക്ക് ഈ സ്ക്രാച്ച് കാർഡ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുന്നു. ചേട്ടന്റെ കൈ കൊണ്ടെന്ന് വെച്ചാൽ ഐശ്വര്യം. 3000 അല്ല, -2700. 300 രൂപ വിൻ ചെയ്ത് അങ്ങനെ 11,500 രൂപ ജയിച്ചിരിക്കുന്നു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. നന്ദി. ഇത്ര നല്ല ഗെയിം കണ്ടല്ലേ? ഇതാണോ ഞങ്ങളെ ഷോയിൽ വന്ന അതുമാതിരി കുറെ ഫൺ ഗെയിംസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കളിക്കാത്ത കുറെ ഗെയിം ഇവിടെ ഒന്ന് കളിക്കാം. ഓക്കെ ചേച്ചി, എങ്ങനെയുണ്ട് ഞങ്ങളെ ഗെയിമിനെ കുറിച്ച്? ചേച്ചി എങ്ങനെ ഫീൽ? നല്ല അടിപൊളി ഗെയിം. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു. സാറിനെക്കാട്ടിലും ബെറ്റർ. ഞാൻ എന്റെ പറയ്, വേഗം പറ. അതൊന്നും ഞാൻ പറയില്ല. പറയ്, കുഴപ്പമില്ല. നീ അടിപൊളിയായിട്ട് ചെയ്തു. ഇവിടുന്ന് ഇറങ്ങുന്നവരാരും അനു ഇസ് ദ ബെസ്റ്റ് ആങ്കർ ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നത്. ഇൻ മലയാളം. അല്ല, അതിലും വയലന്റ് ആയിരുന്നു. എന്നാലും മലയാളത്തിൽ എനിക്ക് എനിക്കൊരു ഇവിടെ അതിലും വയലന്റ് ആയിരുന്നു. മലയാളത്തില് ഞാൻ വയലന്റ് അല്ല, പക്ഷെ മലയാളത്തിൽ വരുമ്പോ എന്റെ റൂട്ട്സ് ഇങ്ങനെ ആ ഇങ്ങനെ നല്ല പുറത്തോട്ട് തമിഴ് ഇങ്ങനെ ആൾക്കാരെ കാണണം. എനിക്കുള്ള இருக்கிற കായമല്ല അങ്ങനെ ചേട്ടൻ പറയും. ഹൗസ് അടിപൊളി എക്സ്പീരിയൻസ്. ലൈക്ക് ഹാപ്പി ടു പ്ലേ ദിസ്. മാത്രമേ നമ്മൾ ഇനോഗ്രേഷനിൽ വന്ന് അതെ, ഫസ്റ്റ് എപ്പിസോഡ് ഐശ്വര്യമായി. ഞാൻ ചോദിച്ചത് എന്റെ ഗുരുക്കൾ തന്നെ വരണം ഇത് തുറന്നു വെക്കാന്നുള്ളത്. അങ്ങനെ അല്ല, ഈ ഷോയിൽ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ജയിച്ചാൽ ഞങ്ങൾ അപ്പൊ തന്നെ അമൗണ്ട് നിങ്ങളെ ജിപേയിലേക്ക് അയക്കും. അതൊരു വളരെ നല്ല പോളിസി. സോ നിങ്ങൾ ഫോൺ ഒന്ന് എടുത്ത് അമൗണ്ട് വന്നോ നോക്കാം. ഓക്കെ നോട്ടിഫിക്കേഷൻ വന്നെന്ന് തോന്നുന്നു. വന്നുണ്ടോ? See, അതാണ് കളിക്കാൻ ജയിക്കാൻ. കളിച്ച പാട് ജയിക്കാൻ പൈസ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് ഇടും. താങ്ക് യു, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. അമേസിംഗ് ജോബ്. ഇനി ഒരു കാര്യം കൂടെ ഈ ഷോയിൽ ബാക്കിയുണ്ട്. ഈ ഷോന്റെ ഐശ്വര്യം ഒന്നുകൂടെ വർദ്ധിപ്പിക്കണമെങ്കിൽ ഐശ്വര്യറായി വരണ്ട, ബട്ട് എന്തായാലും അനു ആനന്ദ്. ഇത്രയും നന്നായിട്ട് ഈ ഷോ പ്രസന്റ് ചെയ്ത അനു ആനന്ദ് ഒരു അമേസിംഗ് സിംഗർ കൂടിയാണ്. സോ അങ്ങനെയല്ല, ഇത്ര അമേസിംഗ് സിംഗറായ അനു ഒരു നല്ല ആങ്കറും കൂടിയാണ്. അതുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇൻ മലയാളം ഫ്രം ഡിയർ. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം എങ്ങോ കൊഴിയും നേരം എൻ്റെ ഹൃദയം തേങ്ങി മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ.
ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് കളിച്ച് നമ്മളെ ഒന്ന് സെന്റർ സ്റ്റേജിലേക്ക് വരൂ പ്ലീസ്. താങ്ക് യു സോ മച്ച്, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ഞങ്ങളെ കളിക്കാൻ ജയിക്കാമിന് താങ്ക് യു. കളിക്കാൻ ജയിക്കാമിലെ ഫസ്റ്റ് ഗസ്റ്റ് അടിപൊളിയായിട്ട് ജയിച്ചു. ഇതേപോലെ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് എപ്പോഴാ എന്താണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഞങ്ങൾ അടുത്ത എപ്പിസോഡുമായി നിങ്ങളെ കാണുന്നു. ദിസ് ഈസ് അനു സൈനിങ് ഓഫ് ഫ്രം കളിക്കാം ജയിക്കാം. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല.